ക്ഷേത്ര സഞ്ചാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചിരപുരാതനമായ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഏവർക്കും സ്വാഗതം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചിരപുരാതനവുമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് സാമൂതിരിയുടെ നാട്ടിലെ സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമരുളി വട്ടശ്രീകോവിലിൽ പത്നി സമേതനായി കുടികൊള്ളുന്ന സാക്ഷാത് ശ്രീ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. കോഴിക്കോട് ജില്ലയിൽ ഉണ്ണികുളം പഞ്ചായത്തിൽ കരിയാത്തൻകാവിന് സമീപം ശിവപുരം എന്ന ദേശത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ബ്രഹ്മരസസ്, നാഗകാളി ഭഗവതി, ഗണപതി, വേട്ടക്കരൻ, ശാസ്താവ്, വെണ്ണക്കണ്ണൻ, അയ്യപ്പൻ എന്നിവരാണ് ഉപദേവതാ സാന്നിധ്യത്തിൽ ഭക്തർക്ക് ദർശനമരുളി കുടികൊള്ളുന്നത്. ഇവിടെ കുടികൊള്ളുന്ന നാഗകാളി പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി കുടികൊള്ളുന്ന കരിയാത്തൻകാവിനടുത്തുള്ള നാഗകാളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കരുതി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അപൂർവമായി കണ്ടുവരുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ നിത്യവും ലക്ഷ്മി നാരായണ പൂജ നടത്തിവരാറുണ്ട്. പണ്ടുകാലത്ത് എന്തോ കാരണത്താൽ തകർക്കപ്പെട്ട ക്ഷേത്രേശന്റെ വിഗ്രഹം ഗോളക ചാർത്തുകയും പിന്നീട് അരയ്ക്ക് താഴോട്ട് പഞ്ചലോഹവും മുകൾ ഭാഗം ശിലയുമായി മാറ്റുകയും ചെയ്തു. ഈ വിഗ്രഹമാണ് ഇപ്പോൾ ശ്രീലകത്ത് കുടികൊള്ളുന്നത്. നാലമ്പലത്തിനകത്ത് വേട്ടക്കരൻ, ശാസ്താവ്, ഗണപതി എന്നിവരാണ് കുടികൊള്ളുന്നത്. നാലമ്പലത്തിന് പുറത്ത് ബ്രഹ്മരസസ്, നാഗകാളി ഭഗവതി, അയ്യപ്പൻ എന്നിവരും കുടികൊള്ളുന്നുണ്ട്. കൂടാതെ വർഷത്തിലൊരിക്കൽ കരിയാത്തന് പത്മമിട്ട് പൂജ നടത്തി വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഇപ്പോൾ ആഘോഷിച്ചു വരുന്നത് മിഥുനമാസം ഉത്രനാളിൽ നടത്തിവരുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ്. കൂടാതെ മണ്ഡലകാലം, കർക്കിടക മാസം, രാമായണ മാസം, അഷ്ടമി രോഹിണി, നവരാത്രി, വിദ്യാരംഭം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നുണ്ട്. വലത് കൈയിൽ വെണ്ണ പിടിച്ചിരിക്കുന്ന ബാലരൂപത്തിലാണ് ക്ഷേത്രത്തിലെ ഉപദേവന്മാരിൽ ഒരാളായ വെണ്ണക്കണ്ണൻ കുടികൊള്ളുന്നത്. അടുത്ത ഉത്തരായനത്തിൽ 2025 14 ദിവസത്തെ ക്ഷേത്ര മഹോത്സവത്തിന് ആരംഭം കുറിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ഭാരവാഹികൾ. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലായി നാലമ്പലത്തിന് പുറത്ത് പ്രഭാസാത്വിക സമേതനായി നനശാസ്ത്ര സങ്കല്പത്തിൽ അയ്യപ്പൻ കുടികൊള്ളുന്നു. കൂടാതെ പൂർണ്ണ പുഷ്കല സമേതനായി ഗൃഹസ്ഥാശ്രമി സങ്കല്പത്തിൽ അമൃതകലശം കയ്യിലേന്തി ലക്ഷ്മി നാരായണന് അഭിമുഖമായി ശ്രീധർമ്മശാസ്താവ് ഈ പുണ്യസന്നിധിയിൽ കുടികൊള്ളുന്നുണ്ട്. ശംഖ് ചക്രഗത പത്മധാരിയായി ചതുർബാഹു രൂപത്തിൽ പത്നി സമേതനായി വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമരുളിയാണ് സാക്ഷാൽ വൈകുണ്ഠനാഥൻ ഈ പുണ്യസന്നിധി ലക്ഷ്മി നാരായണ രൂപത്തിൽ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ഭക്തപ്രിയനും പാലായിവാസനുമായ ശ്രീ മഹാവിഷ്ണുവിനെയും കലിയുഗവർദ്ധനും ശനിദോഷഹരനുമായ ശ്രീധർമ്മശാസ്താവിനെയും ഇരു സങ്കല്പങ്ങളിൽ ആരാധിക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശിവപുരം ദേശത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം. സർവരോഗ ശമനത്തിനും മംഗല്യഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഈ ക്ഷേത്രം ഉത്തമമായി കരുതി വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ബ്രഹ്മരസസ് പണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ ആചാര്യന്റെ ആത്മാവാണെന്ന് കരുതി വരുന്നുണ്ട്. ദേവീ സാന്നിധ്യമുള്ള നാഗപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണെന്നാണ് വിശ്വാസം. നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രക്കുളക്കരയോട് ചേർന്നാണ് മഴയും വെയിലും കൊള്ളുന്ന രീതിയിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലായി ഭഗവതി സാന്നിധ്യമുള്ള നാഗപ്രതിഷ്ഠ ഉള്ളത്. വാളതമ്പിമാരുടെ കാലത്ത് ആരാധിച്ചിരുന്ന ക്ഷേത്രമാണിതെന്നും അവരുടെ ആരാധനാമൂർത്തിയാണ് നാഗകാളി ഭഗവതി എന്നും കരുതി വരുന്നു. പിന്നീട് അവരുടെ കുലം അന്യം നിന്ന് പോകുകയും ശേഷം തെക്ക് ഭാഗത്ത് നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവരികയും ചെയ്തു. ഈ പ്രദേശം അവർക്ക് ദാനം നൽകുകയും അവരാണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠ നടത്തിയതെന്നും കരുതി വരുന്നു. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് തകർക്കപ്പെട്ട ഏതാനും ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെയും കരുതി വരുന്നു. നിത്യവും ലക്ഷ്മി നാരായണ പൂജ നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശിവപുരം ദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം. വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമരുളി പത്നി സമേതനായി ശ്രീ വൈകുണ്ഠനാഥൻ ചതുർബാഹു രൂപത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം 1300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതി വരുന്നത്.